ചിട്ടി ഒച്ച വെക്കാതെ വേഗം പോവാം. എന്നെ ഒഴിവാക്കിയിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. പറ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകാനാ പ്ലാൻ? അങ്ങനെയാണോ? എന്നാ നിങ്ങൾ പറഞ്ഞോളൂ, ഇപ്പൊ ശരിയാക്കി തരാം. അതെ ചിട്ടി. എന്താ അവിടെ ഒരു ശബ്ദം? വന്ന് ഇതൊന്ന് എടുത്തേ. അങ്ങനെ ചിരിക്കരുത് ചിട്ടി. നീ പപ്പു വീഴുന്നത് കണ്ട് ചിരിച്ചതല്ലേ? ഇപ്പൊ നോക്ക്, നീയും വീണില്ലേ? കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം, അവരെ നോക്കി ചിരിക്കരുത്. ശരി ശരി, വാ, പണിയുണ്ട്. കൺമണി, നീ ഇതെന്താ വീടിന് പെട്രോൾ അടിക്കാനോ? മണ്ടപ്പപ്പു, ഇത് കാറ്റടിക്ക. ഇപ്പൊ കാണാം നമ്മുടെ വീട് എങ്ങനെ വലുതാകുന്നു എന്ന്. ഈ വീടിന് ഒരു ജനലുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നല്ലേ. ഒരു ജനലല്ലേ വേണ്ടൂ. ദാ പിടിച്ചോ. അതെ അതെ, മഴ നല്ല ശക്തിയായി പെയ്യുന്നുണ്ട്. എന്താ എല്ലാരും റെഡിയല്ലേ? 1 2 3. ഈ കൺമണി പുതിയ വീട്ടിലേക്ക് എന്താ കൊണ്ടുവന്നത് നോക്കിയേ. നോക്കിക്കോ, ഞാനൊരു മാജിക് കാണിക്കാം. കൺമണി, ഇത് ശരിക്കും മാജിക് തന്നെ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ബെഡുമായല്ലോ. ദാ ബെഡ്ഷീറ്റും റെഡി, തലയിണയും റെഡി. അയ്യോ, എനിക്ക് വിശക്കുന്നല്ലോ. നീ ഇത് പറയുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഈ കുട്ടി കിച്ചൺ സെറ്റ് എടുത്ത് കൈ പിടിച്ചേ. എന്താണ് കുട്ടി ഷെഫ്, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം മാസ്റ്റർ ഷെഫ്. ഇതാ നല്ല ചൂട് ചൂട് സൂപ്പ്, പിന്നെ വട, വട്ടത്തിലുള്ള ദോശ, പിന്നെ രുചിയായ സാൻഡ്വിച്ച്, എല്ലാതും റെഡി. ചെട്ടി, എനിക്കിപ്പോ ശരിക്കും വിശക്കുന്നു. എനിക്കും വിശക്കുന്നുണ്ട്. ശരിക്കുമുള്ള വിശപ്പിന് ഇതാ നല്ല ചൂടുള്ള സൂപ്പ്, വട്ടത്തിലുള്ള ദോശ, കറുമുറു വട, പിന്നെ നല്ല സാൻഡ്വിച്ച്. കൺമണി സൂപ്പർ. എന്നാ പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടാലോ? உருளைக்கிழங்கு செல்லக்குட்டி எங்க போச்சு? கத்திரிக்காய் கூடையில தூங்க போச்சு. கத்திரிக்காய் எட்டி முறைக்கு அழுதுருச்சு. அம்மா வந்து கொஞ்சினதும் சிரிச்சிடுச்சு. കൺമണി, ചിട്ടി, ഞാനൊരു കഥ പറയട്ടെ. ഒരിടത്തൊരു നാട്ടില് ഒരു പ്രേതം. പ്രേതം അതിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ.